ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ലൈവായിട്ട് യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ബ്രൈഡ് ഹുദ മാം ആണ്. അപ്പോൾ മാമിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ജേണി നമുക്ക് കണ്ടെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായ ഡിസ്കഷനിലാണ് മാം ഉള്ളത്. മാം നമ്മൾ ലൈവായിട്ടിൽ വന്നിട്ട് മാം ഡിസ്കഷൻ ചെയ്യുകയാണ് നമ്മുടെ ഡിസൈനേഴ്സുമായിട്ട്. ഏത് പാറ്റേൺ വേണം അല്ലെങ്കിൽ ഇത് മെറ്റീരിയൽ വേണം എന്നുള്ള ഡിസ്കഷൻസിലാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷെയ്ഡ് സെലക്ട് ചെയ്യൽ. ഓരോ പ്രൈസിനും ഓരോ ഷെയ്ഡ്സ് ആയിരിക്കും ലൈക്ക് ആവുക. അപ്പോൾ അതൊരു ഷെയ്ഡ്സ് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രൈഡിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുകയാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് നമ്മൾ വർക്കിൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഡിസൈനർ പാറ്റേൺ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഹാൻഡ് വർക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈനർ ഹാൻഡ് വർക്കിങ്ങിൻ്റെ പാറ്റേൺസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഹാൻഡ് വർക്കേഴ്സിന്. അപ്പോൾ നമുക്കിനി ഓരോ ഹാൻഡ് വർക്കിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. ഇതാണ് സ്കെച്ചിങ്, ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കെച്ചിങ് ചെയ്യാണ്. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് ഹാൻഡ് വർക്കിൻ്റെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദുപ്പട്ടൻ്റെതും യോക്കിൻ്റെതും സ്ലീവിൻ്റെതൊക്കെ ആയിട്ടുള്ള ഹാൻഡ് വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്ലീവാണ്. സ്ലീവിൻ്റെ ഹാൻഡ് വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭയങ്കര തിക്കായിട്ട് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ് ചെയ്യുന്നത്. നമ്മൾ പാനലിൽ ചെയ്യുന്ന ഹാൻഡ് വർക്കിംഗ് ആണ്. നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈവായിട്ടിന് ഒരു റെഫറൻസ് തരുമ്പോൾ കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഈ ഒരു സെയിം പാറ്റേൺ വേണം. ചില കസ്റ്റമേഴ്സ് പറയും നമുക്ക് ഈ ഒരു ലുക്കും ലൈവായിറ്റിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് ഡിസൈനും ഇതിൽ കൊണ്ടുവരണം എന്ന്. അങ്ങനെ ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഇതൊരു പിൻട്രസ്റ്റ് പിക്ചറാണ്. അതിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളർ ആൻഡ് വർക്കാണ് കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ വർക്ക് പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് കാണാം. ഇപ്പോൾ നിങ്ങളൊരു ജേണി, ഒരു കസ്റ്റമൈസേഷൻ ജേണി കണ്ടില്ലേ? ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് കാണാം. ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയിലായാലും യോക്കിലായാലും പാനലായാലും ഒക്കെ നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് നല്ലൊരു ബ്രൈറ്റ് റെഡിലേക്ക് ഒരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെ ഫസ്റ്റ് റിയാക്ഷനൊക്കെ ഒന്ന് കണ്ടേക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. നമ്മൾ നല്ല ചിരിച്ചോണ്ടായിരുന്നു ഡ്രസ്സ് കണ്ടപ്പോൾ മുതൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മാമിൻ്റെ റിയാക്ഷൻ കേൾക്കാം. എൻഗേജ്മെന്റിന്റെ മാം ട്രയലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചൊരു മാമിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞ് മാം നല്ല ഹാപ്പിയായി. കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആയിരുന്നു. നമുക്ക് കുറേ നല്ല പ്രഷ്യസ് ആയിട്ടുള്ള പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാണാൻ പറ്റി. അവരുടെ ഫാമിലീൻ്റെതായാലും ഒക്കെ നമുക്ക് ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു വിചാരിച്ചത്. ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതന്നെ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്ര വർക്കൊന്ന് പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ വരുമ്പോൾ തന്നെ വർക്ക് കുറഞ്ഞു പോവോ എന്നുള്ള സാധനം ഉണ്ട്. ഞാൻ നല്ല ടെൻഷൻ ഉണ്ട്. വർക്ക് കുറഞ്ഞു പോവോ, എനിക്ക് പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടേനു. പക്ഷെ അടിപൊളി. കയറി വന്നപാട് ഹാങ് ചെയ്ത് കണ്ടപ്പോൾ അടിപൊളി. ഞാൻ പ്രീവിയസ് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സും ഇവിടെ തന്നെ ചെയ്യിപ്പിച്ചത്. അപ്പം അതൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് നിക്കാഹിൻ്റെ ഡ്രസ്സും ഞാൻ ഇവിടെ നിന്ന് ചെയ്യിപ്പിച്ചത്. അടിപൊളി. നല്ലൊരു ഭംഗിയുണ്ടല്ലേ മാമിന് ഈ ഔട്ട്ഫിറ്റിൽ കാണാൻ. വിത്ത് നമ്മൾ ലൈവായിട്ടിൻ്റെ ഓർണമെൻറ്റ്സും പെയർ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് നമ്മളൊരു കോൺട്രാസ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
മാം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഔട്ട്ഫിറ്റ് സെറ്റായതിൽ. കളറും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം മാം കൊണ്ടുവന്ന റെഫറൻസിൽ നിന്ന് നമ്മൾ മാമിൻ്റെ ബഡ്ജറ്റിലേക്ക് ഇത് ചെയ്ത് കൊടുത്തതാണ്. വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണെങ്കിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തി മാമിൻ്റെ റെഫറൻസിനോട് ഒരു 100% തന്നെ നമ്മൾ നെയ്ത് വരുത്തിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങളെ ഡ്രീം ഡ്രസ് ഡിസൈൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ലൈവൈറ്റിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലത്തെ ഡിസൈൻസും പുതിയ മോഡൽസൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.